പ്രൈസ് ദി ലോർഡ്. നാം ചിന്തിച്ചു വരുന്ന പുത്രത്വം എന്ന വിഷയത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിന്റെ 31-ാമത്തെ വാക്യം, അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേത് ആകുന്നു, എനിക്കുള്ളതെല്ലാം നിന്റേത് ആകുന്നു. ഇവിടെയാണ് മൂത്ത മകൻ പ്രാപിക്കേണ്ട പിതാവിനെ കുറിച്ച് അറിയേണ്ട ഒരു വെളിപ്പാട്, കാഴ്ചപ്പാട്, അറിവ്. ആരാണ് തന്റെ പിതാവ്? പിതാവിന് എന്തെല്ലാം ഉണ്ട്? അതിന്റെ എല്ലാം അവകാശം ആരാണ്? നിനക്ക് എത്രമാത്രം ഉണ്ട്? നിന്റേതൊന്നും നഷ്ടപ്പെടുന്നില്ല. പിതാവിന് ഇനിയും കൊടുക്കുവാനുണ്ട്. നമ്മുടെ വിചാരം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മുടേത് നഷ്ടപ്പെടുന്നു, നമ്മൾക്ക് കുറവുണ്ടാകുന്നു. അങ്ങനല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നല്ലൊരു ദാതാവാണ്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും പിതാവിൽ നിന്ന് വരുന്നു. പിതാവ് എപ്പോഴും നൽകുന്നു, പുത്രനെ നൽകുന്നു, പുത്രമുഖാന്തരം സകലവും നൽകുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നിങ്ങൾക്ക് നൽകുന്നു. ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മകൾ എത്രയധികം നൽകുന്നു. നമ്മുടെ പിതാവ് സൽഗുണപൂർണനാണ്, എല്ലാം നൽകുന്നവനാണ്. അമർത്തി കുലുക്കി കവിയുന്ന വലിയ അളവുകൾ നിങ്ങളുടെ മടിയിൽ നിങ്ങളുടെ മേൽ പകർന്നു നൽകുവാൻ ധാരാളമായി സമർത്ഥമായി നൽകുന്ന ഒരു പിതാവ്. ഇതാണ് ബൈബിൾ വ്യക്തമാക്കുന്ന പിതൃത്വം. അല്ലാതെ എപ്പോഴും കോപിഷ്ഠനായി ഒരു വടികൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുവാൻ, നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം കുറ്റം കണ്ടുപിടിക്കുവാൻ, നിങ്ങളുടെ പരാജയങ്ങളെ എണ്ണി പറഞ്ഞ് നിങ്ങളെ വിഷമവൃത്തിയിലാക്കുവാൻ, അങ്ങനെയുള്ള ഒരു പിതാവിനെയല്ല ബൈബിൾ വെളിപ്പെടുത്തുന്നത്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നു. സ്നേഹനിധിയായ പിതാവിനെ യേശു കർത്താവ് ഈ ഉപമയിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് അപ്പനും മകനുമായുള്ള ബന്ധം, റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് ഫെലോഷിപ്പ് ഉണ്ടാകുന്നത്, കൂട്ടായ്മ. ആ കൂട്ടായ്മ ബന്ധത്തിൽ നിന്നാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പനോട് കൂടെ സഹകരിക്കുവാൻ ഇഷ്ടപ്പെടാത്ത, അപ്പനെ ബഹുമാനിക്കാത്ത, അപ്പനോട് മത്സരിക്കുന്ന, അപ്പനോട് അനുസരണക്കേട് കാണിക്കുന്ന, അപ്പന്റെ കൽപ്പനകളെ ലംഘിക്കുന്ന, അപ്പന്റെ താല്പര്യങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു മകനെയും പിതാവ് സ്വന്തം പുത്രൻ എന്ന രീതിയിൽ ഇഷ്ടപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ സ്നേഹത്തിൽ ശിക്ഷണങ്ങളുണ്ട്, ഡിസിപ്ലിൻ വരുത്തുന്നു, നമ്മളെ പരിശീലിപ്പിക്കുന്നു, ബുദ്ധിപദേശിക്കുന്നു, പ്രബോധനങ്ങൾ നൽകുന്നു, മാതൃകകൾ കാണിച്ചു നൽകുന്നു, നമ്മൾക്ക് ആലോചനകൾ നൽകുന്നു. ഇതൊരിക്കലും പിതാവ് കോപത്തിൽ നിന്നോ ശാഠ്യത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്നേഹമില്ലായ്മയിൽ കൂടിയല്ല, സ്നേഹത്തോടുള്ള ശാസനകൾ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരേ സമയത്ത് തന്നെ പിതാവ് രണ്ടു മക്കളോടും കരുണയോടെ ഇടപെടുന്നു. ഇളയ മകനെ ക്ഷമിച്ച് സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ മൂത്ത മകനോട് അവനെ ഉപദേശിച്ച് സ്നേഹം പകർന്നു നൽകുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇളയ മകൻ പലപ്പോഴും ധൂർത്ത് പുത്രൻ എന്ന പദവിയിൽ ഇപ്പോഴും അവനായിരിക്കുകയാണ്. അവന്റെ ധൂർത്ത് അവസാനിപ്പിച്ചു, കൂട്ടുകാരെ വിട്ട്, എല്ലാ തരത്തിലുള്ള സ്നേഹിതരെ വിട്ട്, ദൂരദേശം വിട്ട്, പന്നിക്കൂട്ടങ്ങളെ വിട്ട്, മറ്റൊരു ദേശത്തിലെ യജമാനനെ വിട്ട്, അവൻ പോയിരുന്ന സാഹചര്യത്തിലെ എല്ലാ സൗഹൃദങ്ങളെയും ഉപേക്ഷിച്ച് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ വീട്ടിലെ മൂത്ത മകൻ പറയുന്നത്, എൻ്റെ ചങ്ങാതിമാരോടുകൂടെ, എൻ്റെ സ്നേഹിതരോടുകൂടെ, എൻ്റെ കൂട്ടുകാരോടുകൂടെ എനിക്ക് ആനന്ദിക്കേണ്ടതിന്. ഈ മൂത്ത മകനും കൂട്ടുകാരും സൗഹൃദവും സ്നേഹിതരും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അവനും ആഗ്രഹമുണ്ട്, അവരോടുകൂടി ആനന്ദിക്കണം, ഉല്ലസിക്കണം, ആമോദിക്കണം, സമയങ്ങൾ ചെലവിടണം. എന്നാൽ സകലരെയും ഉപേക്ഷിച്ച് ഇവിടെ വന്ന ഇളയ മകന് ഇപ്പോൾ അവകാശവാദങ്ങളില്ല. നേരത്തെ എൻ്റെ സ്വത്തുക്കൾ തരണമേ ആവശ്യപ്പെട്ട ഇളയ മകൻ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ പറയുന്നത് തരണമേ എന്നല്ല, ആക്കേണമേ. ഇതാണ് പിതാവിനുള്ള കൂട്ടായ്മയിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, മാറ്റം, മാനസാന്തരം, രൂപാന്തരം, ഏറ്റുപറച്ചിൽ, മടങ്ങിവരവ്, റെസ്റ്റോറേഷൻ. പ്രൈസ് ദി ലോർഡ്. നീ എനിക്കൊന്നും അവകാശമായി വീട്ടിലില്ല, എനിക്കൊന്നും വേണ്ട, എൻ്റെ സ്ഥാനം കൂലിക്കാരുടെ സ്ഥാനം മതി. കാരണം എനിക്ക് ദൂരദേശത്ത് ആഹാരമില്ല. എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ കൂലിക്കാർ പോലും ആഹാരം തിന്ന് ശേഷിപ്പിക്കും. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂരൂടെ കൈമാറട്ടെ, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ. ഇന്ന് പല മക്കൾക്കും തൃപ്തിയില്ല, അവരപ്പം തട്ടിക്കളിക്കുക. പക്ഷേ മേശപ്പുറത്ത് വീഴുന്ന നുറുക്കുകൾക്ക് വേണ്ടി ജാതികൾ, സുവിശേഷം കേൾക്കാത്തവർ, യേശുവിനെ അറിയാത്തവർ, ഇതുവരെ രക്ഷ കരസ്ഥമാക്കാത്തവർ, കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാത്തവർ, ലക്ഷങ്ങൾ കോടികൾ ഈ അപ്പം നുറുക്കിന് വേണ്ടി അവർ വിശപ്പ് മാറ്റുവാൻ, പട്ടിണി മാറ്റുവാൻ, അവർ ജീവൻ നിലനിൽക്കുവാൻ, ഒരു കഷ്ണം ഉണങ്ങിയ അപ്പത്തിന് വേണ്ടി, മേശയിൽ നിന്ന് വീഴുന്ന ഈ നുറുക്കിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഡൈനിങ് ടേബിളിന്റെ താഴെ കിടക്കുന്ന വേസ്റ്റിന് വേണ്ടി കേടുകയാണ്. എന്നാൽ സ്വന്തം മക്കൾ അവർക്ക് ആഹാരം വേണ്ട, ഇന്നവർ തൃപ്തിയായിരിക്കും. ആത്മീയത ഇന്ന് അരോചകമായി തീർന്നിരിക്കുന്നു. അല്ലെങ്കിൽ പുതിയതുമ വിശ്വാസ അനുഭവങ്ങൾ ഒരു അഭിനയമായി തീർന്നിരിക്കുന്നു. ആത്മീയതയിൽ നാം ഇപ്പോൾ ആനന്ദം കണ്ടെത്തുവാൻ കഴിയാതെ കാര്യപരിപാടികളും പ്രോഗ്രാമുകളും പരിചയങ്ങളും പാരമ്പര്യങ്ങളും നിയമങ്ങളും
കീഴ്വഴക്കങ്ങളും അറിവുകളും മതപരമായുള്ള കീഴ്വഴക്കങ്ങളും മാത്രമായി സ്പിരിച്വാലിറ്റി മാറിയിരിക്കുമ്പോൾ ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ തനിപ്രകാരം പറഞ്ഞു, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ. നിങ്ങളോട് തന്നെ സ്വയം ചോദിച്ചാട്ടെ, വിശ്വാസത്തിൽ ഒരു പുത്രൻ എന്നുള്ള പദവിയിൽ തൃപ്തരാണോ? തൃപ്തിയുണ്ടോ? സംതൃപ്തിയുണ്ടോ? അതോ ആത്മീയ ജീവിതം മരവിച്ചു പോയോ? നിർജീവമായി പോയോ? ഇതൊക്കെ ഒരു പഴകിയ പരിപാടി, മതത്തിൻ്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ, സംഘടനയുടെ താല്പര്യങ്ങൾ, നേതാക്കന്മാരുടെ ആജ്ഞ അനുസരിക്കുന്ന ഒരു സമൂഹം എന്ന രീതിയിൽ ആത്മീയതയുടെ ശക്തി നഷ്ടപ്പെട്ടു പോയോ? ഭക്തി വിട്ടുകളഞ്ഞു? അതോ ഇപ്പോൾ ആ വേഷം മാത്രമേ ഉള്ളൂ? നമുക്ക് മടങ്ങി വരുവാൻ, പുത്രത്വത്തിന് അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ, പിതാവിനെ മനസ്സിലാക്കുവാൻ, പിതാവിനെ സ്നേഹം അറിയുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകണം. അവിടെയാണ് ഈ ദൂതുകൾ നിങ്ങളെ നവീകരിക്കുന്നത്. പിതാവിനോട് വീട്ടിലേക്ക് വന്ന മകൻ പറയാണ്, എന്നെ ആക്കണമേ, ഇനി ഒന്നും തരണ്ട. പക്ഷെ പിതാവ് എല്ലാം വീണ്ടും നൽകുവാനുണ്ട്. നാം ആരും ഭവനത്തിലെ മൂത്തവരാകരുത്. ദൂരമേ നിന്ന് വരുന്ന സഹോദരന്മാർ അവർ ആനന്ദിക്കട്ടെ, സന്തോഷിക്കട്ടെ, പിതാവിനുള്ളത് അവർ അനുഭവിക്കട്ടെ, അവർ മേശമെന്ന് ഭക്ഷിക്കട്ടെ, അവർ മടങ്ങി വരട്ടെ. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചല്ല, നഷ്ടപ്പെടുന്ന ഒരു പാവി, നഷ്ടപ്പെട്ടു പോയ ആ ഒരു ആട്, അതിനെ കണ്ടെത്തുന്നവരെ, അതിനെ പോയി അന്വേഷിച്ച് തിരിച്ച് കിട്ടുന്നിടം വരെ കാത്തിരിക്കുന്ന ഒരു ദൈവം, ഇടയൻ, പിതാവ്. ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ ബൈബിളിൽ വെളിപ്പെടുത്തുന്നത്. നമുക്ക് പുത്രത്വത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കണം, പുത്രത്വത്തിന്റെ അവകാശങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ ക്രിസ്തുയേശുവോട് കൂട്ടവകാശികളാണ്. കർത്താവിന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളുടേതുകൂടാണ്. ഇന്ന് പലക്കാലവും ആ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.